സ്വകാര്യ ഭൂമിയിലും കണ്ണുവെച്ച് വഖഫ് ബോർഡ്. തീരദേശ ജനത വില കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്തുവാൻ ശ്രമം. ചെറായി മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിക്കായാണ് അവകാശവാദം. തങ്ങളെ വഴിയാധാരമാക്കാനുള്ള നീക്കത്തെ ചെറുക്കാൻ പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുകയാണ് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്തെ ജനത. പ്രദേശത്തെ 405 ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്താണെന്നാണ് അവകാശവാദം. തിരുവിതാംകൂർ രാജാവ് 1902 അബ്ദുൾ സത്താർ സേഠന് നൽകുകയും പിന്നീട് ഭൂമി ലഭിച്ച കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇവിടെ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമി വിൽക്കുകയുമായിരുന്നു. വിലയാധാരം ലഭിച്ച ഭൂമിക്ക് 610 കുടുംബങ്ങളും കരമടച്ച് താമസിച്ചു വരുന്നതിനിടയിലാണ് 2019 പെട്ടെന്ന് വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയത്. കേരള വഖഫ് സംരക്ഷണ വേദിയുടെ പേരിൽ ഹൈക്കോടതിയെ സമീപിച്ച് പോക്കുവരവ് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. ഇതോടെ പണം കൊടുത്ത് നിയമാനുസൃതം വാങ്ങിയ ഭൂമിയിൽ നിർമ്മാണങ്ങൾ നടത്താനോ ഇത് വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ കഴിയാതെ മക്കളുടെ പഠനത്തിനും വിവാഹത്തിനും വഴിയില്ലാതെ പ്രതിസന്ധിയിലാവുകയാണ് പ്രദേശവാസികൾ. 405 ഏക്കറോളം ഉണ്ടെന്ന് പറയുന്ന ഇവിടെ കടൽ കയറിയത് കഴിഞ്ഞ് 114 ഏക്കർ മാത്രമാണുള്ളത്. 1975 ഹൈക്കോടതി ഉത്തരവിൽ വഖഫ് ഭൂമിയല്ലെന്ന് കൃത്യമായി പറയുന്നുണ്ടെന്നും ആധാരം കിട്ടി കൈവശമുള്ള ഭൂമിക്ക് എങ്ങനെയാണ് വഖഫിന് അവകാശമുന്നയിക്കാനാവുകയെന്നും ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ ചോദിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് കണ്ടെത്തി അവർക്ക് പൂർണ്ണ അവകാശം കൊടുത്തു. തുടർന്ന് ഞങ്ങൾ അവർ പറയുന്ന പൈസ കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ച് അവരവിടെ ആ പൈസ ഉപയോഗിച്ച് TTC കോളേജ് ഉണ്ടാക്കി വിദ്യാഭ്യാസം നടത്തി പോരുകയും ചെയ്യണം. പിന്നെ ഞങ്ങൾ 35 വർഷം കഴിഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വഖഫ് ബോർഡ് വന്നിട്ട് പെട്ടെന്ന് പറയാണ് ഒരു നോട്ടീസ് തന്ന്, ഞങ്ങൾക്ക് ആർക്കും നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. വില്ലേജിൽ നിന്ന് നോട്ടീസ് തന്നിട്ട് പറഞ്ഞു ഇത് ഇനി കരമടക്കാൻ പറ്റൂല, ഈ ഭൂമി അവരുടെയാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും വസ്തുവകകൾ ശേഷിക്കുകയും ചെയ്താൽ തനിക്കും തന്റെ പിന്തുടർച്ചാവകാശികൾക്കും അവകാശവും അധികാരവുമുണ്ടെന്ന് ഫാറൂഖ് കോളേജിന് ഭൂമി കൈമാറിയ കരാറിലുണ്ട്. യാതൊരു നിബന്ധനകളുമില്ലാതെ ശാശ്വതമായി അള്ളാഹുവിനുള്ള ഇസ്ലാം മത വിശ്വാസിയുടെ സമർപ്പണമാണ് വഖഫ് എന്നതിനാൽ വ്യവസ്ഥ വെച്ച് കൈമാറിയ ഭൂമി വഖഫ് സ്വത്തായി മാറില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇവിടെയാണ് വഖഫ് ബോർഡിന്റെ നീക്കങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.